me Sebin here. ഇന്ന് നമ്മൾ കുവൈറ്റിലെ സൂവിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന്റെ യാത്രാ വിശേഷങ്ങളാണ് നമ്മൾ ഇനി തുടർന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം. കുവൈറ്റിലെ ലിറ്റിൽ ജംഗിൾ എന്നറിയപ്പെടുന്ന സൂവിൻ്റെ കവാടത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മളെത്തി. അങ്ങനെ നടന്ന് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് വലതുവശത്തും ഇടതുവശത്തുമായി 2 ടിക്കറ്റ് കൗണ്ടേഴ്സ് കാണാം. നമ്മൾ കേനെറ്റ് ഉപയോഗിച്ച് അവിടുന്ന് കാർഡ് പർച്ചേസ് ചെയ്തു. ഒരു കാർഡിന് 3 ദിനാർ വെച്ച് കൊടുത്ത് നമ്മളത് പർച്ചേസ് ചെയ്ത് നേരെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം അവരവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന കാണാം. അതിൻ്റെ ഫ്രണ്ടിൽ ചെടികളിൽ ലവ് ബേർഡ്സും വലിയ വലിയ കിളികളും കാര്യങ്ങളും. അങ്ങനെ നമ്മൾ അവിടുന്ന് മുന്നോട്ട് പോകുന്നു. കാർഡ് ആ മെഷീനിലിട്ട് നേരെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ നമ്മൾ പോവുകയാണ് അകത്തോട്ട്, അകത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ കുവൈറ്റ് സൂവിൻ്റെ ഉള്ളിലെത്തിയേക്കാണ്. കാർഡും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് നടന്ന് ഇനി അകത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് എത്തിയേക്കാണ്. ഉള്ളിലെത്തി കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഒരുപാട് ഡൈനിങ് ഏരിയാസും സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിതിനുള്ളിൽ കാണാം. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഉള്ളിലെ മൃഗങ്ങളെയൊക്കെ നമുക്ക് പോയി കാണാം. നമുക്ക് അതുപോലെ തന്നെ ഇവിടുന്ന് കേനെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് ഓരോ വണ്ടികളും കാര്യങ്ങളൊക്കെ എടുക്കാം. സൈക്കിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് റെൻറ്റിനെടുക്കാം. അതുപോലെ തന്നെ ഇലക്ട്രിക് വണ്ടികൾ ഒരുപാടുണ്ട്, സൈക്കിളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാത്തിനും കേനെറ്റാണ് വേണ്ടത്. ഒന്നിലും ക്യാഷ് അക്സെപ്റ്റ് ചെയ്തില്ല ഇവിടെ, എന്ത് കയറണമെന്നുണ്ടെങ്കിലും. ഒട്ടകം, പിന്നെ അതുപോലെ തന്നെ കുതിര കാര്യങ്ങളൊക്കെ, ചെറിയ പോണിറ്റെയിൽ ഹോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കിതെല്ലാം നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് ഈ റൈഡെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ടർക്കി കോഴികളെയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ നല്ല കുട്ടി ആടുകൾ, ആട്ടിൻകുട്ടി ഒക്കെ, കറുത്ത ആട്ടിൻകുട്ടി, മുട്ടനാട്, അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഭാരം കൂടിയിട്ട് കാല് മടങ്ങി ഈ ഇല തിന്നു മടുത്ത ആടിന്റെ വെറൈറ്റീസ് മാത്രമേ
ഇങ്ങനെ പട്ടി പിടിക്കുന്നത്. യമു ആണ്. യമുവിന് എല്ലാവരും വന്ന് ഇലയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇല നിന്ന് ക്ഷീണിച്ച് അവശനായിരിക്കുകയാണ്. എന്നാലും ആര് വന്ന് ഇല കൊടുത്താലും കഴിക്കും. കുട്ടികൾക്കെല്ലാം വളരെ എൻജോയ്മെൻ്റാണ് ഇവിടെ വന്ന് എല്ലാവരും എല്ലാ ആടിനും മുയലിനും എല്ലാം ഇലയും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരും ഹാപ്പിയായിട്ട് തന്നെയാണ് ഇവിടെ എൻജോയ് ചെയ്യുകയാണ്. കുട്ടികൾക്കുള്ള റൈഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ടാറ്റു ചെയ്തത് ജസ്റ്റ് ഡ്രോയിങ് ഫേസിലാണെങ്കിലും കയ്യിലൊക്കെ ഡ്രോയിങ് ഒക്കെ. പെഡൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല രസമാണ് ഇവിടെ. നമുക്ക് പിള്ളേർക്കെല്ലാം നല്ലൊരു വൈബ് കിട്ടുന്ന സ്ഥലം തന്നെയാണ്. നല്ല കൊമ്പുള്ള മാൻ നമുക്ക് കാണാം. കുട്ടികളെല്ലാം വന്ന് ആൾക്കാർ പേയ്മെൻറ്റ് കൊടുത്ത് വണ്ടിയൊക്കെ എടുത്ത് പോകുന്നത് നമുക്ക് കാണാം. നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ള പോലത്തെ ഒരു നൊസ്റ്റ ഫീൽ ചെയ്യും നമുക്ക്. നോക്കി കാണാം. ഇഷ്ടംപോലെ പല ബ്രീഡ് ഡോഗ്സിനെയൊക്കെ. നല്ല രസമുണ്ട്. നല്ല കുട്ടി ഡോഗ്സ്. കുട്ടികളെല്ലാം കൈ പിടിച്ച് അതിനെ വെച്ച് ഫോട്ടോയൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് കാണാം ഒരുപാട് കിളിക്കൂടുകളും കാര്യങ്ങളൊക്കെ. നല്ല രസമുള്ളൊരു കിളിക്കൂടാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ, അതിൻ്റെ അകത്ത് അരയന്നവും താറാവും ഒക്കെ ഉണ്ട്. മൊബൈൽ നിർത്തി കാണിക്കൂ പ്ലീസ്. മയിലിനെ കാണാൻ നമുക്ക് മയിലുണ്ട്. അതുപോലെ തന്നെ ഫ്ലെമിംഗോ ഉണ്ട്. ഫ്ലെമിംഗോ ബേർഡ് നമുക്ക് ഫ്ലെമിംഗോ ബേർഡ്സിനെ കാണാം. പിന്നെ അതിനുള്ളിൽ പേരറിയാത്ത ഒരു ബേർഡുണ്ട്. അതെന്താണെന്നറിയില്ല. നമ്മളൊരു ഗുഹയ്ക്കുള്ളിലോട്ട് കയറുകയാണ്. അതിൽ നേരെ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് കിളികളുടെ കൂടും കാര്യങ്ങളും ഒക്കെയാണ്. ഒരു 4 കോക്കറ്റെയിൽസ് മേളിൽ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ജാവ കിളികളൊക്കെ ആ ഇലകളിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിലെ പറന്ന് നടക്കും. പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ വാഴയുടെ ഒക്കെ ഒരു ആർട്ടിഫിഷ്യൽ ഒരു സ്ട്രക്ചറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ആ കേവിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആ കേവ് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ട്രീസും കാര്യങ്ങളും ഒരുപാട് കിളികളുടെയൊക്കെ കൂടും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന മുയലാണ്. നല്ല വൈറ്റ് മുയലിൻ്റെ ഇതിൽ ബ്ലാക്ക് കണ്ണ് വരുന്ന, അതുപോലെ തന്നെ കോക്കറ്റെയിലും ചെറിയ ലവ് ബേർഡ്സും ഒക്കെ ഫീഡ് എടുത്ത് കഴിക്കുന്നത് കാണാം. നല്ലൊരു വൈറ്റ് ഷെയ്ഡിൽ ബ്ലാക്ക് വരുന്ന മുയലും പെരുമ്പാമ്പിനെ നമുക്ക് കാണാം. പക്ഷെ നമ്മളെ കാണുന്നില്ല. ആ കൂടിന്റെ മേളിലൊക്കെ തത്തയുണ്ട്. മുള്ളമന്നിയാണ്. കുറച്ചുകൂടെ ക്ലോസർ ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 പേരുണ്ട്. അത്യാവശ്യം നല്ല സൈസ്ഡ് ആയിട്ടുള്ള മുള്ളമന്നിയാണ്. നമ്മളെ 4 പേരെ ഫാമിലി ആയിട്ട് കാണിച്ചിട്ട്
നല്ല രസമുണ്ട്. ആ കിളികളിങ്ങനെ ആ മരത്തിൻ ചില്ലകളിൽ നിന്ന് താഴേക്ക് പറന്നിറങ്ങി പിന്നീട് അത് പറന്ന് ആ മരച്ചില്ലകളിലേക്ക് പോകുന്ന കാണാൻ തന്നെ വളരെ രസകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ എല്ലാ കിളികളും താഴെ ഫീഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അതുകൾ കയറി കൂട്ടമായ മരച്ചില്ലയിലേക്ക് പോകുന്ന കാണാൻ നല്ല രസമാണ്. ബാ 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 ബാ. നല്ല രസമുള്ള കാഴ്ചകളാണ്. എല്ലാവർക്കും വന്ന് ഒരു ഇല്ലെന്നോ സ്മൈൽ പ്ലീസ്. പിന്നെ എന്നാത്തിൻ്റെ കുഞ്ഞാമ ഇത്? ഇത് വേറെ ഏതോ സാധനമല്ലേ? നമുക്ക് സീബ്രയെ കാണാം. ജിറാഫ് ഉണ്ടായിരുന്നു. ജിറാഫിനെ പക്ഷെ ഇവിടെ കാണുന്നില്ല ഇപ്പോൾ. നമുക്ക് മാനെ കാണാം. ഇവിടെ കുട്ടികളെല്ലാം മാന് ഫീഡ് കൊടുക്കുന്നുണ്ട്. എമു നമ്മൾ അവിടെ കണ്ടതാ. ഇതൊട്ടാ പക്ഷി. ഓസ്ട്രിച്ച്. ഇതാണ് ഓസ്ട്രിച്ച്. റെഡ് ഡീർ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കൊമ്പുള്ള റെഡ് ഡീറിനെ നമുക്ക് കാണാം. അവിടെ എന്താ കയ്യിലിരിപ്പുണ്ട് കഴിക്കാൻ. ഒറാങ്കുട്ടനാണ് അവിടെ ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന കാണാം. അങ്ങ് ലാസ്റ്റ് ഒരു ഒറാങ്കുട്ടനുണ്ട്. അവൻ അവിടെ പോയി റെസ്റ്റ് എടുക്കുകയാണ്. നടക്കുകയാണ് ഇങ്ങനെ. ഇവിടെ നമുക്ക് ഒറാങ്കുട്ടൻ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നു. നമുക്ക് ആടുകളെ കാണാം. അതുപോലെ തന്നെ ഇത് ശാലയാണ്. ഈ സൂവിൻ്റെ അകത്തുള്ള ശാല. നമുക്കിവിടെ വന്നിരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. ഒരുപാട് ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ ഇതിൽ നടക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാം. കുറേ വീടും കാര്യങ്ങളും പിന്നെ ടവർ ഹൗസും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത്, ഈ സൂവിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു 3 KD കൊടുത്ത് കയറിയാൽ നമുക്ക് ഒരുപാട് കിളികളെയും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്ഥലമൊക്കെ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. നമുക്ക് പിന്നെ എന്താ പറയുക, ഒരു ഏൻഷ്യൻ നമ്മുടെ പഴയ കാലത്തെ വീടുകളെ കാണുന്ന രീതിയിലുള്ള കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നത് വൈറ്റ് കങ്കാരു ആണ്. ആൽബിനോ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട. تعال قرب عنده قرب قرب عشان تطلع بالصورة ايش كبرت عنده قرب قرب. ഇത് ബാർബറി ഷീപ്പാണ്. നമുക്ക് കാണാം. കുട്ടികൾ അതിന് ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് ആടിൻ്റെ സ്പീഷീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണാം വളരെ നല്ല രസമായിട്ടാണ് ഇവിടുത്തെ എല്ലാ കേവ്സും കാര്യങ്ങളും എല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത്. കുവൈറ്റിൻ്റെ ഒരു ട്രഡീഷനെ കാണിക്കുന്നതിനും പിന്നെ കുവൈറ്റ് എംബ്ലത്തിൽ കാണുന്ന ഷിപ്പും ഇതേ മാതൃകയിൽ തന്നെ ഉള്ളതാണ്. കുട്ടികൾക്കുള്ള റൈഡും കാര്യങ്ങളും ഒക്കെ ഉള്ള സെക്ഷനാണ് ഈ കാണുന്നത്. നല്ല രസമാണ് ഇതിൻ്റെ അകത്ത്. നമുക്ക് നോക്കാം. എല്ലാം ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. നോക്കൂ, കുട്ടികളൊക്കെ നല്ല എൻ്റർടൈൻമെൻറ്റിന് പറ്റിയ സ്ഥലമാണിത്. നമുക്ക് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയല്ല. ഇത് കൊച്ചു കുട്ടികളായതുകൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സൂവിലെ കാഴ്ചകളെല്ലാം കണ്ടു.
ഒരുപാട് സ്ഥലങ്ങൾ വേക്കൻ്റ് ആയിട്ട് ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ വരാൻ വേണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ സൂ വിശേഷങ്ങൾ ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരോടും ഞാൻ പറയാത്തൊരു കാര്യമാണ്, ഇന്ന് ആദ്യമായിട്ട് ഞാൻ പറയണം, നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബൈ.